ADGP ഞാൻ തൃശ്ശൂർ പൂരത്തിലേക്ക് വരികയാണെങ്കിൽ തൃശ്ശൂർ പൂരത്തിന് അന്ന് രാത്രിയിൽ ADGPയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എല്ലാവരും പിന്നീട് വൈകി അറിഞ്ഞൊരു കാര്യം. പകൽ സമയത്ത് രാത്രിയിൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അതായത് അങ്കിത് അശോകൻ എന്ന് പറയുന്ന ഒരു താരതമ്യേന ജൂനിയറായ ഒരു സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ തൃശ്ശൂർ പൂരം നഗരവേദിയിൽ പെട്ടെന്ന് ഒരു പ്രദേശത്തെ ലൈറ്റണയ്ക്കാനും ആ പ്രദേശത്തെ പാപ്പാന്മാരുടെ കയർക്കാനും അവിടെയുള്ള മേളക്കാരുടെ മേളം നിർത്താനും പറയാനൊരു പോലീസ് കമ്മീഷണർക്ക് കഴിയില്ല എന്നുള്ളതൊരു കോമൺ ലോജിക്കൽ, ഒരു സിമ്പിൾ ലോജിക്കല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള സംവിധാനം എന്തുകൊണ്ടാണ് ഈ വിവരം മുഖ്യമന്ത്രി ഇത് ധരിക്കാതെ പോയത്, അറിയാതെ പോയത്? മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 1 മാസം കൂടി കഴിഞ്ഞിട്ടാണ് ഈ അങ്കിത് അശോകനെ അവിടെ നിന്ന് മാറ്റുന്നത് എന്നതുകൂടി അറിയണം, ഇളങ്കോയെ കൊണ്ടുവരുന്നത്. എന്നു വെച്ചാൽ ഇപ്പോഴും ആ റിപ്പോർട്ട് വെളിച്ചം കാണാതിരിക്കുന്നതിനു പിന്നിൽ ആരുടെ താല്പര്യമായിരിക്കും ശ്രീ PV അൻവർ? ഞാനൊന്ന് ചോദിക്കട്ടെ, അരുൺ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ സംശയം, ഞാൻ ഇപ്പോഴല്ല ഈ കാര്യം ചൂണ്ടിക്കാട്ടുന്ന പ്രിയപ്പെട്ട അരുൺ. അന്ന് എൻ്റെ FB പോസ്റ്റ് പിറ്റേ ദിവസം എടുത്ത് പരിശോധിച്ചേക്കാണ്. അന്ന് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്കിതിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ? അതിന് ധൈര്യം വരുമോ? പോട്ടെ, ഈ പറയുന്ന ADGP തലേ ദിവസം അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിവരം. ഇനി അവിടെ ഇല്ല എന്ന് വിചാരിക്കുക, അവിടെ DIG ഇല്ലേ, IG ഇല്ലേ? ഈ പറയുന്ന കമ്മീഷണർക്ക് ഒരു ഫോണിൽ വിളിച്ച് സാർ ഞാൻ എന്താണ് ഈ വിഷയത്തിൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചൂടെ? ഇതൊരു സെക്കൻഡിലുണ്ടാകുന്ന വിഷയമല്ലല്ലോ, മണിക്കൂറുകൾ നീണ്ടു നിന്ന വാഗ്വാദങ്ങളല്ലേ അവിടെ നടന്നത്. സാർ ഞാൻ എന്ത് ചെയ്യണം എന്ന് ADGP അജിത് കുമാറിനോട് സ്വാഭാവികമായിട്ടും പ്രിയപ്പെട്ട അരുൺ വിളിച്ച് ചോദിക്കൂലേ? അതുണ്ടായോ? അതെന്തുകൊണ്ടാണ് ഉണ്ടായത്? എന്താ അതിൽ നിന്ന് കേവല ബുദ്ധിയില്ല? ഇതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ടല്ലോ പ്രിയപ്പെട്ട അരുൺ, ആലോചിച്ചാൽ മനസ്സിലാവില്ലേ? നീ ആ പൂരം കലക്കിയിട്ട് വന്നാൽ മതി. ആ പൂരം കലക്കാനുള്ള എളുപ്പ വഴികൾ ഇന്നതാണ്. ലൈറ്റ് അവിടെ ഓഫ് ചെയ്യണം, ഇവിടെ കുടമാറ്റത്തിന് ഇവിടെ സമ്മതിക്കരുത്, അവിടെ പോലീസ് ബാരിക്കേഡ് ഉണ്ടാകണം, ബാക്കി ഞാൻ നോക്കിക്കോളാം, വെടിക്കെട്ട് നടന്നു പോകരുത്, നിൻ്റെ ഉത്തരവാദിത്തം അതാണ്, അത് നിറവേറ്റിക്കൊള്ളണം, അത് നിറവേറ്റിയില്ലെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധു എന്ത് ചെയ്യും? അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടന്നത് എന്നല്ലേ കേവല ബുദ്ധിയുള്ള മനുഷ്യർക്ക് മനസ്സിലാവുക പ്രിയപ്പെട്ടവരുണ്ട്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണോ ഇന്നിപ്പോൾ K. സുരേന്ദ്രൻ പൂരത്തിന്റെ റിപ്പോർട്ട് എവിടെയെന്ന ചോദ്യം ചോദിക്കുമ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ അതല്ലല്ലോ വിഷയം എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നത്? അതെ, അവരെ സംബന്ധിച്ച് അതല്ലല്ലോ വിഷയം. K. സുരേന്ദ്രൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അദ്ദേഹത്തെ സംബന്ധിച്ച് അതല്ലേ, അത് അവർക്ക് കിട്ടിയൊരു സഹായമല്ലേ, അത് അദ്ദേഹം ഏറ്റെടുക്കുമോ? അത് സ്വാഭാവികമല്ലേ? അതുകൊണ്ട് പറഞ്ഞത് തെറ്റില്ല, അത് അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ് എന്നാണ് എൻ്റെ വിശ്വാസം. BJP ഇപ്പോൾ ശ്രമിക്കുന്നത് ADGPയെ സംരക്ഷിക്കാനാണ്. അല്ല, BJP ഞാൻ പ്രസ്താവനകൾ കൂടുതലൊന്നും കണ്ടില്ലായിരുന്നു. സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തെ രക്ഷിക്കാനുള്ളൊരു നിലപാട് ആർക്കും എടുക്കാൻ കഴിയില്ല. അദ്ദേഹം ഒരു ചെറിയ സൗകര്യം BJPക്ക് ചെയ്തു കൊടുത്തു എന്നുള്ളത് കൊണ്ട്, കേരളത്തിലൊരു സീറ്റ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം അവർക്ക് ഇദ്ദേഹത്തെ പിന്തുണക്കാൻ കഴിയുമെന്ന അഭിപ്രായം എനിക്കില്ല. BJP പ്രവർത്തകരുടെ അതിലും ഒരു പൊതുസമൂഹം ഉണ്ടല്ലോ, അവരും ഈ ചെയ്തികൾക്ക് അവർ കൂട്ടു നിൽക്കുമോ? BJPയുടെ സാധാരണക്കാരായ മനുഷ്യർ. ഇതൊരു സാമൂഹ്യ പ്രശ്നമല്ലേ, ഇതൊരു സാമൂഹിക വിപത്തല്ലേ? അതിൽ BJP പ്രവർത്തകർ തലതിരിഞ്ഞ് നിൽക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ഈ സമൂഹം ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. PV അൻവർ, ഈ സുജിത് ദാസിനെതിരെ ഇന്നിപ്പോൾ അങ്ങൊരു ആരോപണം ഉന്നയിച്ചത് സുജിത് ദാസ് അവധിയിൽ പോകുന്ന സമയത്തും ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമം നടത്തിയെന്നാണ്. അങ്ങേക്ക് അതിൻ്റെ സൂചനകൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇന്നിപ്പോൾ ഒരു ഗോൾഡ് സ്മിത്ത് ഉണ്ണിയുടെ കാര്യം അങ്ങ് പറഞ്ഞു, ആ ദൃശ്യങ്ങൾ നമ്മളടക്കം കൊടുക്കുകയും ചെയ്യാം അങ്ങ് നൽകുന്ന പക്ഷം. അത് യഥാർത്ഥത്തിലൊരു സൂചനയാണ്. അന്വേഷണത്തെ അട്ടിമറിക്കാൻ മലപ്പുറം SP ആയിരുന്ന പത്തനംതിട്ട SP ഇപ്പോൾ ചുമതലയിൽ നിന്ന് മാറ്റപ്പെട്ട സുജിത് ദാസ് ശ്രമിക്കുന്നുണ്ട് എന്ന് അങ്ങേക്ക് ബോധ്യമുണ്ടോ ഇപ്പോൾ, ഇതിനകം തന്നെ കഴിഞ്ഞ 3 ദിവസങ്ങളായി? എൻ്റെ അരുൺ, അതൊരു കോമൺ സെൻസ് ഉള്ള ആർക്കും ആലോചിച്ചൂടെ? എന്തിനാ അദ്ദേഹം 3 ദിവസം പെട്ടെന്ന് ലീവ് എടുത്തത്? അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. ഈ പറയുന്ന ADGP പ്രതീക്ഷിച്ചോ ഈ കാര്യങ്ങൾ ഇങ്ങനെ ഒരു രാത്രി കൊണ്ട് അട്ടിമറിയുമെന്ന്? അപ്പോൾ ഇവരൊക്കെ ഒരു ലാവിഷായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതാണ്. ഈ പറയുന്ന കവടിയാർ കൊട്ടാരത്തിൻ്റെ മുന്നിൽ വന്ന് സ്ഥലം വാങ്ങാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ധൈര്യം കാണിച്ചാൽ അതിന് മനസ്സിലാക്കേണ്ടത് എന്താ? ഇതൊന്നും ആരും ചോദ്യം ചെയ്യാനില്ല
എന്ന ധാരണയാണ്. പക്ഷേ എനിക്ക് ഇവിടെ ശ്രീ പി വി അൻവർ, എനിക്ക് നമ്മൾ തുറന്ന് സംസാരിക്കുന്നതുകൊണ്ട് ഞങ്ങളിപ്പോൾ ആ ദൃശ്യങ്ങൾ കാണുന്നു. ശ്രീ പി വി അൻവർ, ഞങ്ങളുടെ ദൃശ്യങ്ങളിൽ കാണാം അങ്ങ് പറഞ്ഞ ഉണ്ണിയുടെ ഗോൾഡ് സ്മിത്ത് എന്ന ഉണ്ണിയുടെ ആഭരണശാലയിലാണ് ഞങ്ങളുടെ വാർത്താ സംഘമുള്ളത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങ് കവടിയാറിൻ്റെ കാര്യം പറഞ്ഞു. ഞാനതിനെ വിമർശനാത്മകമായി കണ്ട. ഞാൻ കഴിഞ്ഞ ചർച്ചയിലും ഉന്നയിച്ചൊരു കാര്യം, ഞങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കാൻ കഴിഞ്ഞ വിവരപ്രകാരം 2004 ADGP അവിടെ 10.5 സെന്റ് സ്ഥലം വാങ്ങുന്നത്. 12.5 ലക്ഷം രൂപയ്ക്കാണ് സ്ഥലം വാങ്ങിയത് 2004. അത് അദ്ദേഹത്തിൻ്റെ അമ്മായിയച്ഛൻ, അദ്ദേഹത്തിന് സമ്പത്തുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സ്വർണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവിന് ഒരു പ്രൊഫഷനുണ്ട്. 1.25 കോടി രൂപയോളം അമ്മായിയച്ഛനാണ് ഗിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരു ADGP ആണല്ലോ. അദ്ദേഹത്തിന് 1.5 കോടി രൂപയുടെ ലോണുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങ് ഉന്നയിച്ച കവടിയാർ വിഷയത്തിൽ കാര്യമായ കഴമ്പില്ല എന്നാണ് ചിലരെങ്കിലും മനസ്സിലാക്കുന്നത്, ഞാനടക്കം. അങ്ങേക്ക് വേണമെങ്കിൽ എന്നെ തിരുത്താം. അതായത് അങ്ങ് പറയുന്ന വളരെ ഗൗരവമേറിയ വിഷയങ്ങൾക്കൊപ്പം ചേർക്കുന്ന ചില ഉദാഹരണങ്ങൾ പാളിപ്പോകുന്നുണ്ടോ ശ്രീ പി വി അൻവർ? ഞാൻ സ്ട്രെയിറ്റ് ആയി ചോദിക്കുകയാണ് പി വി അൻവർ. കാര്യം നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടില്ല. ഞാൻ അങ്ങേക്കൊരു മെസ്സേജ് അയച്ചു എന്നത് ഒഴിച്ചു നിർത്തിയാൽ. അല്ല, അതെ ഈ ഒരു വിഷയത്തിൽ ഡോക്ടർ അരുണ് തെറ്റിദ്ധാരണയുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ആ വിഷയം ഉന്നയിക്കുമ്പോൾ അന്ന് പത്രമാധ്യമങ്ങളുടെ മുന്നിലാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരുപാട് ജോലി എനിക്ക് നൽകിയിട്ടുണ്ട്, നിങ്ങൾക്കൊരു ജോലി നൽകുകയാണ്. എനിക്ക് ഇങ്ങനെ ഒരു വാർത്ത, ഒരു വിഷയം ഞാൻ കേൾക്കുന്നുണ്ട്. 10 സെൻറ്റ് ADGPയുടെ പേരിലും 12 സെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരൻ്റെ പേരിലും രജിസ്റ്റർ ചെയ്ത് വീട് പണി നടക്കുന്നുണ്ടെന്നതിൻ്റെ വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. 12,000 ആണോ 15,000 സ്ക്വയർ ഫീറ്റ് എന്ന് എനിക്കറിയില്ല. നിങ്ങളത് പോയി അന്വേഷിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്കത് കൃത്യമായ വിവരം ആ സമയത്ത് എൻ്റെ കയ്യിലില്ല. അങ്ങനെ നിങ്ങൾ തന്നെയാണിത് പോയി കണ്ടത്. പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു, 15,000 പറഞ്ഞു, 22 സെൻറ്റ് പറഞ്ഞു എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതൊക്കെ റെക്കോർഡാണല്ലോ. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടില്ലേ. ഇനി ഡോക്ടർ അരുൺ പറഞ്ഞതിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ 2004 1.25 കോടി രൂപയ്ക്കാണ് ഈ സാധനം വാങ്ങുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു ഉയർന്ന IPSകാരന് അത്രയും സർവീസ് ഇല്ല. എത്ര സർവീസ് ഈ പറയുന്ന 2000 ഏത് വർഷം പറഞ്ഞ അരുൺ? 29 വർഷം സർവീസ് ഉണ്ട്. 2004 പർച്ചേസ് ചെയ്തത്. അല്ല 2004 2012 എന്തോ പറഞ്ഞു. 2004 അല്ലേ? അതെ. അത് ഗിഫ്റ്റാണ്. 2004 വാങ്ങിയത്. ഗിഫ്റ്റാണ്. അമ്മായിയച്ഛനാണ് വാങ്ങിക്കൊടുത്തത്. ഓക്കെ. പിന്നെ ഈ ലോൺ എന്തിനാ 1.5 കോടി രൂപ? വീട് വയ്ക്കാൻ അമ്മായിച്ച വാങ്ങിക്കൊടുത്ത പ്രോപ്പർട്ടിക്ക് പിന്നെ എന്തിനാ ലോണ്? അല്ലാതെ വീട് വയ്ക്കാനാണ് ശ്രീ പി വി അൻവർ. ഹലോ, അപ്പോൾ ആ വീട് ഈ 1.5 കോടി രൂപ ഒരു റീപേയ്മെൻറ്റ് നടത്തണമെങ്കിൽ ഒരു മാസത്തിൽ എത്ര രൂപ അടക്കണം? 2-2.25 ലക്ഷം അടക്കേണ്ടി വരും എൻ്റെ അറിവിൽ. അതെവിടുന്നാ? അല്ല, അദ്ദേഹത്തിന് 2.25 ലക്ഷം രൂപ ബേസ് സാലറി തന്നെ. 2,24,000 അദ്ദേഹത്തിന് ബേസിക് സാലറി. DA കൂടെ കൂട്ടി വരുമ്പോൾ 3 ലക്ഷത്തിനടുത്ത് വരും. അപ്പോൾ ഈ 2.25 ലക്ഷം സാലറി മൊത്തമായിട്ട് വീട്ടിലേക്ക് അടക്കും. പിന്നെ അദ്ദേഹം ഭക്ഷണം കഴിക്കണ്ടേ? അത് ലോജിക്കില്ല. അത് പോട്ടെ, നമ്മൾ അതിൽ നിന്ന് വിടാം. ഞാൻ എൻ്റെ അടുത്ത് തെറ്റ് പറ്റി, ഓക്കെ, വിട്ടേക്ക്. അദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പം കൊടുത്തു, അദ്ദേഹത്തിന് അത് വാങ്ങാനുള്ള ശേഷിയുണ്ട്, അദ്ദേഹം 2.25 ലക്ഷം ശമ്പളം ഉണ്ട്, ആ ശമ്പളം ഒന്നായിട്ട് ലോണിൽ അടക്കുകയാണ്, ഓക്കെ, അത് വിടാം നമുക്ക്.